ഹലോ നമസ്കാരം. റൗണ്ട് ദ വേൾഡ് 360 ചാനലിലേക്ക് സ്വാഗതം. കോവിഡ്-19 ഈ കാലത്ത് റിയൽ ടൈം മീറ്റിങ്ങുകളും ക്ലാസ്സുകളും ഇമ്പോസിബിൾ ആയതിനാൽ വിർച്വൽ മീറ്റിംഗ്സിൻ്റെയും ക്ലാസ്സുകളുടെയും കാലമായി. എല്ലാം ഓൺലൈനിൽ സാധ്യമാവുകയാണ്. ഇന്ന് നമ്മൾ ഗൂഗിൾ മീറ്റ് എന്ന ഓൺലൈൻ മീറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുകയാണ്. ഒരുപാട് ഓൺലൈൻ മീറ്റിംഗ് ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിലും ഏറ്റവും സുരക്ഷിതം ഗൂഗിൾ മീറ്റ് തന്നെയാണ്. നമ്മൾ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ഒരു ഓൺലൈൻ മീറ്റിംഗ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചും രണ്ടാമതായി ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ മീറ്റിംഗിലേക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതുമാണ് പറയുന്നത്. ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ളത് ഒരു സ്മാർട്ട് ഫോണും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും മാത്രമാണ്. ഗൂഗിൾ മീറ്റ് എങ്ങനെ നമ്മുടെ ഫോണിൽ ലഭ്യമാക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം. ആദ്യമായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഗൂഗിൾ മീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്ത അറിയാത്തവർ നമ്മുടെ സ്ക്രീനിൽ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ആദ്യമായി പ്ലേ സ്റ്റോറിൽ ഗൂഗിൾ മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമുക്ക് ഗൂഗിൾ മീറ്റിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ താഴെയായിട്ട് ഇൻസ്റ്റാൾ എന്നൊരു ഓപ്ഷൻ കാണാം. ആ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കുന്നതാണ്, അതിനാൽ വെയിറ്റ് ചെയ്യുക. ഡൗൺലോഡിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഗൂഗിൾ മീറ്റ് ഡൗൺലോഡ് ആയിരിക്കുന്നു. ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്താൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ തുറന്നു വരുന്നതാണ്. കുറച്ച് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ കാണുന്ന പോലെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തത് അലോ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അലോ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ ഇമെയിൽ ID യൂസ് ചെയ്ത് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ലോഗിൻ ആയിരിക്കുകയാണ്. ഇതുപോലെയായിരിക്കും നമ്മുടെ സ്ക്രീൻ ഓപ്പൺ ആയി വരിക. ഇവിടെ നമുക്ക് നമ്മുടെ ഓഡിയോ ആൻഡ് വീഡിയോ എനേബിൾ ഡിസേബിൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ മൈക്ക് ബട്ടൺ ആൻഡ് വീഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ റെഡ് കാണുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ആൻഡ് ഓഡിയോ ഡിസേബിൾ ചെയ്തിരിക്കും. അടുത്തതായി നമുക്ക് ന്യൂ മീറ്റിംഗ് കണ്ടിട്ട് ന്യൂ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ആർക്കെല്ലാമാണോ സെൻഡ് ചെയ്യേണ്ടത് അവർക്കെല്ലാം ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൻഡ് ബട്ടൺ കൊടുത്താൽ നമ്മുടെ ഈ ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആവശ്യമുള്ള വ്യക്തികൾ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജോയിനിങ് റിക്വസ്റ്റ് വരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മൾ മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മീറ്റിംഗ് അവൈലബിൾ ആയിരുന്നത്. ആരും തന്നെ ജോയിൻ ചെയ്തിട്ടില്ല. നമ്മുടെ ഓഡിയോ ആൻഡ് വീഡിയോ മ്യൂട്ട് ആയിരുന്നു കാണാൻ സാധിക്കുന്നതാണ്. ആ റെഡ് ബട്ടൺ അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അഡ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ മീറ്റിങ്ങിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പാർട്ടിസിപ്പൻസ് ജോയിൻ ചെയ്യുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് കാണാം 3 പാർട്ടിസിപ്പൻസാണ് നമ്മുടെ മീറ്റിങ്ങിൽ ആകെയുള്ളത്. ഒന്ന് നമ്മളും, അതായത് ബ്രോഡ്കാസ്റ്ററും 2 പാർട്ടിസിപ്പൻസുമാണ് ഉള്ളത്. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്, അല്ലെങ്കിൽ നോയ്സിൻ്റെ ശബ്ദം വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നതാണ്. ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ആരെയാണോ സ്ക്രീനിൽ കാണേണ്ടത് അവരുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്താൽ അവർ നമ്മുടെ മെയിൻ സ്ക്രീനിൽ വ്യക്തമാവുന്നതാണ്. ഇൻ ബിറ്റ്വീൻ മെസ്സേജസ് അയക്കാനും റീഡ് ചെയ്യാനോ മിഡിലിൽ കാണുന്ന മെസ്സേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിനു പുറമെ വീണ്ടും ആർക്കെങ്കിലും ലിങ്ക് അയക്കണമെങ്കിൽ
മൂന്നാമത്തെ സർക്കിൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ലിങ്ക് വാട്സപ്പ് വഴി ഷെയർ ചെയ്താൽ മതി. ഇപ്പോൾ രണ്ടാമത് മെസ്സേജിൽ ഒരു അൺറീഡ് മെസ്സേജ് പോപ്പപ്പ് കാണാൻ സാധിക്കുന്നതാണ്. പാർട്ടിസിപ്പൻസ് മ്യൂട്ട് ചെയ്തതിനാൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെസ്സേജ് വഴി നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അഡീഷണലായി എന്തെങ്കിലും പ്രസൻറ്റേഷനോ വീഡിയോയോ അവതരിപ്പിക്കണമെങ്കിൽ അതിനുള്ള സജ്ജീകരണം ഗൂഗിൾ മീറ്റിൽ ലഭ്യമാണ്. വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ പ്രസൻറ്റ് സ്ക്രീൻ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് നൗ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കാണേണ്ട വീഡിയോ മറ്റൊരു വിൻഡോയിൽ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ പ്ലേ ആകുന്ന വീഡിയോ പാർട്ടിസിപ്പൻസിന് കാണാൻ സാധിക്കുന്നതാണ്. അൺലോക്ക് പ്രക്രിയ രാജ്യമെമ്പാടും ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന ഇതേ സ്ക്രീനിൽ തന്നെ പാർട്ടിസിപ്പൻസിനും അവരുടെ സ്ക്രീനിൽ നിന്ന് നമ്മുടെ വീഡിയോ വീക്ഷിക്കാൻ സാധിക്കും. ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കുക. കൈകളുടെയും ശ്വാസത്തിന്റെയും ശുചിത്വം പാലിക്കുക. എന്ത് വീഡിയോ പ്രസന്റേഷനോ ഈസിയായി അവതരിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ചുമ, പനി, ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ അല്ലെങ്കിൽ ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1075 ബന്ധപ്പെടുക. പൊതുജന താൽപര്യാർത്ഥം ഭാരത സർക്കാർ. വീഡിയോ അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് പ്രസന്റിംഗ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അടുത്തതായി നമ്മുടെ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറയിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഗൂഗിൾ മീറ്റിൽ അവൈലബിൾ ആണ്. ഇതിനായിട്ട് മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. സ്വിച്ച് ക്യാമറ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബാക്ക് സ്ക്രീൻ ക്യാമറ ആണ് വർക്ക് ആവുന്നത്. ഇതുപോലെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ക്ലാസ് അവസാനിപ്പിക്കാനായി നടുവിൽ കാണുന്ന ഫോൺ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് വാട്സപ്പ് ലിങ്ക് വഴി എങ്ങനെ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായി വാട്സപ്പിൽ നമ്മുടെ ഗൂഗിൾ മീറ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ മീറ്റിലേക്ക് ജോയിൻ ആകുന്നതാണ്. നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ മേ ഐ കമിൻ എന്ന് ചോദിക്കുന്നത് പോലെ ഇവിടെ ആസ്ക്ഡ് ജോയിൻ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മൈക്ക് ഓഫ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബ്രോഡ്കാസ്റ്റർ അഡ്മിറ്റ് ചെയ്യുന്നതുവരെ നമ്മൾ മീറ്റിങ്ങിൽ ജോയിൻ ആകുന്നതല്ല. വൺസ് നമ്മുടെ ക്ലാസ് എടുക്കുന്ന വ്യക്തി നമ്മൾ അഡ്മിറ്റ് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ആകുന്നതാണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ 3 വ്യക്തികളാണ് ഇപ്പോൾ നമ്മുടെ മീറ്റിങ്ങിലുള്ളത്. ഇതിൽ എത്ര വ്യക്തികളുണ്ടെങ്കിലും അവരെ 1 by 1 ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ അറ്റ് എ ടൈം ഒരു വ്യക്തിയെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ആരാണോ ആ വ്യക്തിയെ നമ്മൾ എപ്പോഴും മെയിൻ സ്ക്രീനിൽ കാണുന്നതും സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ അവബോധം ഉണ്ടാകുന്നതല്ല. നേരത്തെ പറഞ്ഞതുപോലെ ആരെയാണോ കാണേണ്ടത് അവരുടെ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ അവരെ മെയിൻ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ക്ലാസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയെ മെയിൻ സ്ക്രീനിൽ ആകുന്നതരം പിൻ ചെയ്ത് വയ്ക്കുക. ഇൻ ബിറ്റ്വീൻ മെസ്സേജസ് അയക്കാൻ നമുക്ക് മിഡിലിലെ മെസ്സേജ് ബട്ടൺ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നടുവിൽ കാണുന്ന മെസ്സേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ ഈ മീറ്റിങ്ങിൽ ആളുകൾ അയച്ചിട്ടുള്ള മെസ്സേജുകൾ കാണാൻ സാധിക്കുന്നതാണ്. അതിന് റിപ്ലൈ ആയിട്ട് നമുക്കും മെസ്സേജസ് അയക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ മെസ്സേജ് സ്ക്രീനിൽ ഒരു മെസ്സേജ് പോപ്പപ്പ് കാണുന്ന സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ഈ ഗ്രൂപ്പിലെ ഏതൊരു വ്യക്തി നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് കാണുന്നുള്ള വെൽക്കം ഓൾ റൗണ്ട് ദ വേൾഡ് 360 വെൽക്കം ഓൾ എന്ന് പറഞ്ഞിരിക്കുന്നു. മറ്റൊരു വ്യക്തി ഹായ് ഗൈസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുപോലെ നമുക്കും മെസ്സേജസ് അയക്കാൻ സാധിക്കുന്നതാണ്. സാധാരണ അയക്കുന്നത് പോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നത് പോലെ തന്നെ അയച്ചാൽ മതിയാകും. ഈ ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൈക്രോഫോൺ മ്യൂട്ട് ആയതിനാൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഇത്. എക്സിറ്റ് ചെയ്യാൻ നമുക്ക് നടുവിൽ കാണുന്ന ഫോൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും.